അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തർബിയ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് പരിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായമായ അറാഫ് സൂറത്തിനെ കുറിച്ചാണ്. അറാഫ് സൂറത്ത് ധാരാളം മഹത്വമുള്ള ഒരു സൂറത്താണ്. അറാഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിയില്ലാത്ത ആളുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയ പ്രസവിച്ച ഉടനെ മരണപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ ഉള്ള ചില ആളുകൾ, അതായത് പരലോകത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിന് മുമ്പ് ചിലരെ അധിവസിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിനാണ് അറാഫ് എന്ന് പറയാം. അങ്ങനെയുള്ള ആളുകളൊക്കെ അധിവസിപ്പിക്കുന്ന ഒരു സ്ഥലം, അതിനാണ് അറാഫ് എന്ന് പറയുന്നത്. അത് ഈ സൂറത്തിൽ 46-48 വചനങ്ങളിൽ അത് വിശദീകരിക്കുന്നത് കാണാം. അതാണ് അറാഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയത് കാണാം. ഈ അറാഫ് സൂറത്ത് എന്ന് പറയുന്ന സൂറത്ത് അത് മക്കയിലാണ് അവതരിച്ചത്. ഏകദേശം 205 ആയത്തുകളാണ് ഇതിലുള്ളത്. ഈ സൂറത്തിൻ്റെ മഹത്വം നമുക്കറിയാം. ഈ സൂറത്തിൽ 206-ാമത്തെ ആയത്തിൽ സജദയുടെ ആയത്ത് വരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സജദയുടെ ആയത്ത് 14 സ്ഥലങ്ങളിലാണ് വരുന്നത്. അതിലൊരു സൂറത്താണ് ഈ അറാഫ് സൂറത്ത്. സജദയുടെ ആയത്ത് വരുമ്പോൾ നമ്മൾ സജദയുടെ സുജൂദ് ചെയ്യണം. സജദയുടെ സുജൂദ് ചെയ്യാൻ പലപ്പോഴും പല ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുജൂദ് ചെയ്യാൻ അറിയാത്ത ധാരാളം ആളുകളുണ്ട്. സജദയുടെ സുജൂദ് ചെയ്യാൻ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. സാധാരണ വുളുവോട് കൂടി തന്നെ പള്ളിയിലൊക്കെ മറ്റൊക്കെ ആകുമ്പോഴാണ് സജദയുടെ സുജൂദ് ചെയ്യാൻ നമുക്ക് എളുപ്പമാകും. ഇനി ഒരാൾക്ക് സജദയുടെ സുജൂദ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ അദ്ദേഹം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ആ തസ്ബീഹ് ഒരു 4 പ്രാവശ്യം അദ്ദേഹം പറഞ്ഞാൽ മതിയാകും. അപ്പോൾ അദ്ദേഹത്തിന് ആ സജദ സുജൂദിൻ്റെ സ്ഥാനത്താണ്. ഇനി പള്ളിയിലൊക്കെ ആണെങ്കിൽ ഖുർആൻ ആ സജദയുടെ സുജൂദ് എപ്പോഴാണോ ഓതേണ്ടത് നമുക്ക് കാണാം. ആ സുജൂദിൻ്റെ ആ ആയത്തെത്തുമ്പോൾ ഒരു വര കാണാം ഖുർആനിൽ. അത് കഴിഞ്ഞിട്ടൊരു മിനാരത്തിൻ്റെ ഒരു രൂപം കാണാം ആയത്തിൻ്റെ അവസാനം. അവിടെ എത്തുമ്പോഴാണ് നാം സുജൂദ് ചെയ്യേണ്ടത്. ഖുർആൻ ഉയരമുള്ള ഒരു സ്ഥലത്ത് മടക്കി വെക്കുകയോ അല്ലെങ്കിൽ തുറന്നു വെച്ചാലും കുഴപ്പമില്ല. അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒളുവുണ്ടായിരിക്കുമല്ലോ ഓൾറെഡി. അപ്പോൾ ഒളുവോട് കൂടി തന്നെ തിലാവത്തിൻ്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നാം കൈകെട്ടണം. നാം നിസ്കാരത്തിനൊക്കെ കൈകെട്ടുന്നത് പോലെ നെയ്യത്ത് വെച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇരുന്നു കൊണ്ട് നാം കൈകെട്ടിയിട്ട് പിന്നെ നാം സുജൂദിലേക്ക് പോകണം. സുജൂദിൽ ഒരൊറ്റ സുജൂദ് ചെയ്യേണ്ടതുള്ളൂ. സാധാരണ സുജൂദ് ചെയ്യുന്നത് പോലെ സുജൂദ് ചെയ്യണം. ആ സുജൂദ് ചെയ്യുമ്പോൾ സുജൂദിൽ പ്രത്യേകമായിട്ടുള്ളൊരു തസ്ബീഹ് ഒരു ദിക്ർ സുന്നത്തുണ്ട്. സജദ വജ്ഹില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറയുന്നത്. അതറിയുന്നവർ ചെല്ലാൻ സാധാരണ തസ്ബീഹ് ചെല്ലാം. അത് ചൊല്ലിയതിന് ശേഷം നാം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സലാം വിട്ട ഈ രീതിയാണ് സജദയുടെ സുജൂദ്. പലപ്പോഴും ഈ സജദയുടെ സുജൂദ് ചെയ്യുന്ന ആളുകൾ വേഗം സുജൂദ് ചെയ്യുന്നു. മുസാഫ് അവിടെ ഇരിക്കണോ തന്നെ വെക്കുന്നു. മുസാഫിന് ഖുർആനൊരു ബഹുമാനമുണ്ടല്ലോ, ആ ബഹുമാനം നമ്മൾ കളയാൻ പാടില്ല. ആ ബഹുമാനത്തോടു കൂടി തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ കൂട്ടത്തിൽ ഉണർത്തിയതാണ് ഈ സൂറത്തുൽ അറാഫ് സൂറത്തിൻ്റെ മഹത്വം നാം പഠിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരാൾ മനുഷ്യൻ സജദയുടെ ആയത്ത് പാരായണം ചെയ്ത് സുജൂദ് ചെയ്താൽ പിശാച് കരഞ്ഞു മാറി നിന്ന് പറയും. എന്താ പറയുന്നത്? എൻ്റെ നാശമേ, ഇവൻ സുജൂദ് കൊണ്ട് കൽപ്പിക്കപ്പെടുകയും അവൻ സുജൂദ് ചെയ്യുകയും ചെയ്തു, അത് നിമിത്തം അവനക്ക് സ്വർഗം ലഭിച്ചു. അതേ സ്ഥാനത്ത് എന്നോട് സുജൂദ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടപ്പോൾ എതിര് പ്രവർത്തിച്ചതിനാൽ എനിക്ക് നരകവുമുണ്ടല്ലോ എന്ന് പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇമാം ബൈദാവി അവിടുന്ന് പറയുന്നു, ഈ സൂറത്തിൻ്റെ മഹത്വങ്ങൾ എത്രയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വല്ലവരും അറാഫ് സൂറത്ത് പാരായണം ചെയ്താൽ
ഇബ്ലീസിൻ്റെയും അവൻ്റെയും ഇടയിൽ അന്ത്യദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മറ സ്ഥാപിക്കുന്നതാണ്. അന്ത്യദിനത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവന് വേണ്ടി ശുപാർശ റെക്കമെൻഡ് ചെയ്യുമെന്ന് മഹാന്മാർ തഫ്സീറുകളിൽ രേഖപ്പെടുത്തിയത് കാണാം. അതുപോലെ തന്നെ അറാഫ് സൂറത്തിലെ 54-ാമത്തെ ഒരു ആയത്തുണ്ട്. ആ ആയത്ത് ഒരാൾ ഉറക്കം കൊണ്ടോ ക്ഷീണം കൊണ്ടോ ബുദ്ധിമുട്ടിയാൽ ആ ആയത്ത് ഓതിയാൽ അവനക്കത് ഗുണം ചെയ്യുമത്രേ. അതുപോലെ തന്നെ അറാഫ് സൂറത്തിലെ 54 മുതൽ 56 വരെയുള്ള സൂക്തങ്ങൾ ആയത്തുകൾ പാരായണം ചെയ്യുന്നത് അത് ആപത്തുകൾ പതിവായി അത് ഓതിയാൽ ആപത്തുകൾ അവനക്ക് വരാനിരിക്കുന്ന മുസീബത്ത് ആപത്തുകൾ അത് തടയുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അറാഫ് സൂറത്തിലെ 10-ാമത്തെ ആയത്ത് വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിന് ശേഷം വിജനമായ സ്ഥലത്ത് വെച്ച് എഴുതി വീട്ടിൽ താമസിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയാണോ വെക്കുന്നത് അവിടെ വലിയ ബറക്കത്തുണ്ടാവാൻ കാരണമാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഒരാൾ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പിന് വേണ്ടി ഇറങ്ങുകയാണ്. ആ രഞ്ജിപ്പ് പലപ്പോഴും വീടുകളിലും മഹല്ലുകളിലും മസ്ലഹത്ത് നടത്താറുണ്ട്. ആ മസ്ലഹത്ത് നടത്തുന്ന സമയത്ത് 43-ാമത്തെ ആയത്ത് ഓതിയിട്ട് അവൻ എന്തെങ്കിലും ഒരു മധുരമോ മറ്റോ അതിൽ മന്ത്രിച്ചിട്ട് അത് അവർക്കിടയിൽ വിതരണം ചെയ്താൽ അതിൽ അനുകൂല സാഹചര്യങ്ങൾ അള്ളാഹു ഒരുക്കി തരുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നെഞ്ചുവേദനയുള്ളവർ ഈ 43-ാമത്തെ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ചോതിക്കൊണ്ടിരുന്നാൽ അവരുടെ നെഞ്ചുവേദന മാറുമെന്ന് മഹാന്മാർ പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ അറാഫ് സൂറത്തിലെ 200-ാമത്തെ ആയത്തുണ്ട്. ആ 200-ാമത്തെ ആയത്ത് ഒരാൾ പതിവാക്കിയാൽ അവനക്കും വസ്വാസ് എന്ന രോഗം ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹനീയമായ സൂറത്തിനെ ചേർത്ത് പിടിക്കാനും പരിശുദ്ധ ഖുർആൻ എപ്പോഴും പാരായണം ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയ സൂറത്തുകളുമായി പുതിയ എപ്പിസോഡുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.